അതെ, ഞാൻ പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ട്രെയിനിൽ കയറി ഇരുന്ന വിശേഷങ്ങളല്ലേ പറഞ്ഞോളൂ. ഇനി ട്രെയിൻ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ പറയാം. ഇതിന്റെ ഒരു സൈഡിൽ കടലും ഒരു സൈഡില് നമ്മുടെ സമ്മർ ഫെസ്റ്റിലെ റൈഡുകളുമാണ്. നല്ല ഭംഗിയായിരുന്നു രണ്ട് സൈഡും കാണാൻ. ഈ കാണുന്ന റൈഡിൽ കയറണമെന്ന് ഞാൻ ഒരുപാട് നേരം വാശി പിടിച്ചു. പക്ഷെ എന്റെ കൂടെ വന്ന് രണ്ടെണ്ണം അത് കയറാൻ സമ്മതിച്ചില്ല. ഏറ്റവും അവസാനം എന്റെ നിർബന്ധം സഹിക്കവേ അത് സമ്മതിച്ചു. അഞ്ചു അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ ഇത് നടുക്കിയിരിക്കുള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ പേടിയാകുമെങ്കിലും, കാരണം ഇത്രയും സ്പീഡിൽ മുകളിലോട്ട് പോയിട്ട് ആ സൈഡിൽ താഴോട്ട് കുത്തനെ ഒറ്റ പോക്കാ പോകുന്നത്. അത് കാണുമ്പോൾ മനസ്സിൽ പേടിയുണ്ടെങ്കിലും കയറണമെന്നും വല്ലാത്തൊരാഗ്രഹം തോന്നി. ഇതൊരു ഹാർബർ ആണ് കേട്ടോ. ഇവിടെ ഫ്രഷ് മീൻ കിട്ടും. കാരണം ഇത് സീ സൈഡ് ആണെന്ന് നിങ്ങളോട് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ട്രെയിൻ പൊക്കോണ്ടിരിക്കുമ്പോൾ ട്രെയിൻ കുറച്ചു നേരം നിർത്തിയിട്ടു. ഞങ്ങൾ വിചാരിച്ചു ഇത്ര പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തിയോ, നഷ്ടമായല്ലോ എന്ന്. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ദാ ഇത്. അത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വഴിയിൽ നിന്നവർക്കും ട്രെയിനിൽ ഇരുന്നവർക്കും എല്ലാം ടാറ്റ കൊടുത്തിട്ട് ഞങ്ങൾ പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിനിൽ പോകുന്ന ഫീലിങ്സ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇവരെല്ലാം തന്നെ ഒരു മിനിയേച്ചർ സെറ്റപ്പിൽ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കയറി ചെല്ലുന്ന ഒരു തുരങ്കത്തിലേക്ക്. അതെ, നമ്മുടെ ട്രെയിൻ സെറ്റപ്പിലെ തുരങ്കം. രണ്ട് സൈഡിലും കുറെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. വേറൊരു ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇതാണ് ട്രെയിനിന്റെ അവസാനത്തെ സ്റ്റേഷൻ. അങ്ങനെ ട്രെയിൻ ഇറങ്ങുന്ന സമയം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. അത് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങി. അതായത് ഹേസ്റ്റിങ്സ് മിനിയേച്ചർ ട്രെയിനിന്റെ അവസാനത്തെ സ്റ്റേഷൻ. സൈഡിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു, കുറെ സീറ്റിട്ട്. എല്ലാവരും ഞങ്ങൾ ടാറ്റ കാണിച്ചു, ഹായ് പറഞ്ഞു. നല്ല രസമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി.